നമസ്കാരം. വരണം. ഓ അത് ശരി, നടക്കട്ടെ. സാറ് സിനിമാ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ, അതായത് ചങ്ങനാശ്ശേരി SP കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത്, അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ നടന്നു, ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ. പിന്നെ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ നിവർത്തില്ല. എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട, അതൊക്കെ വലിയ അമച്വർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണം കിടണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതിക്കില്ല. അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുകൊണ്ടായാൽ രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട. ഒന്ന് മിസ്റ്റർ ആനൂർ കേശവൻ നായർ, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ ഒരാൾ എൻ്റെ വേറെ സ്നേഹിതൻ മിസ്റ്റർ വേലപ്പൻ നായർ, അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റിൽ 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അത് കഴിഞ്ഞ് രൗദ്രം, ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവൾ വേറൊരുത്തനായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറേ ഷൗട്ട് ചെയ്ത് കുറേ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോരായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തോന്നി തട്ടി വിട്ടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം. ഹാസ്യം ഈ SP പിള്ള, മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരായിട്ട് ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ CA പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, ദെൻ ഐ വിൽ ഗിവ് എ ലെറ്റർ, യു വിൽ സി എ ജെന്റിൽമാൻ. അങ്ങനെ CA തന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു, മിസ്റ്റർ KM മേനോൻ. ആ കാലഘട്ടത്തിലൊരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ത്യാഗസീം എന്നൊരു പടം എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം. അത് പടം, അതിൻ്റെ കഥ എഴുതി K. ബാലകൃഷ്ണനാണ്. K. ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്നൊരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു 2000-3000 അടി എടുത്തു മിസ്റ്റർ സത്യൻ്റെ. എൻ്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസ്യം എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്ത് നിന്നൊരു ടെലഗ്രാം കിട്ടുന്നത്, മരുമകളെന്ന് പറഞ്ഞ ഈ മലയാള പടത്തിലെ കഥാനായകനായിട്ടാണ്. അങ്ങനെ ആ ടെലഗ്രാം കിട്ടി. ഞാൻ നേരെ അവിടെ ചെന്നു. സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുളിക്കുന്നത്, തമിഴ്നാട്ടിലാണ്, സേലം രത്ന സ്റ്റുഡിയോ. അവിടെ ചെന്നു, ഡയറക്ടറെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചാരി എന്ന് പറയുന്ന ഒരാൾ. പടം അഭിനയിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. ഒരു ഹോം സിക്നെസ് ഒന്ന് ഞാൻ തിരിച്ചു വന്നു. ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല. പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി. പടം വലിയ പരാജയമായി. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ KNK ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി 2 പേരുണ്ട്. കുഞ്ചാക്കോ കോശി, KNK. അവർ ജീവിത നൗകയൊക്കെ എടുത്ത് വലിയ പ്രസിദ്ധി നിൽക്കുന്ന അവസരം. അപ്പോൾ അവരുടെ നെക്സ്റ്റ് പടമാണ് വിശപ്പിൻ്റെ വിളി. അതിലെന്നെ നായകനായിട്ട് വിളിച്ചു. അതിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 3 വെർഷനാണ്. 3 ഞാൻ തന്നെ ഹീറോ. അന്ന് തെലുങ്കും തമിഴെന്ന് പറഞ്ഞിട്ട് എന്നാലും പറഞ്ഞ് കാണാതെ പഠിക്കും. ഇപ്പോൾ ഉള്ള ഈ ചില ആർട്ടിസ്റ്റൊക്കെ മലയാളത്തിൽ അഭിനയിക്കുന്ന മാതിരി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു പടം. അതും മലയാളവും തമിഴും തെലുങ്കും. അതായത് അച്ഛനെന്ന് വെച്ചാൽ അച്ഛൻ മലയാളം, തന്തൈ തമിഴ്, തൻട്രി തെലുഗു, അങ്ങനെ. അത് 3 വർഷമാണ്. അത് ഞാൻ തന്നെ അഭിനയിച്ചത്. 3 വർഷം നായകനായിട്ട്. അത് 2 പടവും വലിയ ഹിറ്റ് പടമായിരുന്നു. വലിയ ഹിറ്റായിരുന്നു. 2 പടങ്ങളും വലിയ ഹിറ്റായിരുന്നു. അതുകൂടി തുടർച്ചയായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി. മെറിലാൻഡ് എന്നെ വിളിച്ചു. ശ്രീ P. സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോയി അങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അങ്ങനെ മെറിലാൻഡും ഉദയമായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എൻ്റെ ക്ഷണം 1957
അപ്പോൾ 51 തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം മരുമകൾ. 51 ഡിസംബർ 26 ആദ്യമായിട്ട് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 57 തമിഴിലേക്കുള്ള ക്ഷണമാണ്. അപ്പോൾ തമിഴിൽ ആദ്യത്തെ പടം തൈ പിറന്താൾ വഴി പുറക്കും എന്നുള്ളതാണ്. അന്നാണ് നമ്മുടെ ശ്രീ MGR ഞാൻ അവിടെ വെച്ച് കാണുന്ന മറിയില്ല ചൊല്ലി. അപ്പോൾ MGR ഞാനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറയും, നിങ്ങൾക്ക് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാമല്ലോ, എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല. ഞാൻ എൻ്റെ തമിഴിൽ അടിച്ചു, ഈ തമിഴൊക്കെ മതി, സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി. ഇവിടെയാണ് ഈ AK വേലൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ എന്നെ ഇവിടെ നിന്ന് ക്ഷണിക്കുന്നത് ടെലിഫോണിൽ. നിങ്ങൾക്ക് റോളുണ്ട്, തൈ പിറന്താൾ പറക്കുന്ന പടം ഞാൻ എടുക്കുന്നു, ഒരു കഥാനായകൻ്റെ വേഷമാണ്, SSR ഉണ്ട്, 2 നായകന്മാരാണ്, എന്നുവെച്ചാൽ വെരി ഫൈൻ റോൾ, നിങ്ങൾക്ക് നന്നായിരിക്കും. പറഞ്ഞു, എനിക്ക് തമിഴ് ഒരു പിടിയില്ലായിരുന്നു. ഞാൻ തമിഴ് തന്നെ കുറേ സംസാരിച്ചു. ഈ തമിഴ് ധാരാളം മതി, നിങ്ങൾ ഉടനെ പുറപ്പെട്ട് വരിക എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു. ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. തൈ പിറന്താൾ പറക്കും വലിയ ഹിറ്റായി. തമിഴിലെല്ലാം കൂടെ 55 പടം സൈൻ ചെയ്തു. 55 പടം. ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 അടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിന് വരാനേ പോകുന്നില്ല. തമിഴ്, മലയാളം, തെലുങ്ക് ഇങ്ങനെ പല ഭാഷകൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആകെ എല്ലാത്തിലും കൂടെ എത്ര പടങ്ങൾ അഭിനയിച്ചു കാണും? മോർ ദാൻ 600, 600 പടങ്ങൾക്ക് മേലെ. അതെ അതെ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഫിലിംസ് ആൻഡ് ഫീറ്റ്സ് എന്നൊരു ബുക്ക് അവർ അടിച്ചിട്ടുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയാനുള്ളത്? ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ MD വാസുദേവൻ എഴുതിയ ഒരു പടമുണ്ട്, ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവിൽ ആ വേലായുധൻ. അതാ വേലായുധൻ എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോളാണ്. ഞാൻ സാധാരണ അന്നൊക്കെ ഈ മരം ചുറ്റി പ്രേമത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. അതാ നായികം പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റും ഓടുന്നതാണെന്ന്. അന്നത്തെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. കാരണം ആൾക്ക് കാണുന്നത് അതാണ് ഇഷ്ടം, കൂടുതൽ ഔഡിയേറ്റും അടിയും പിടിയൊക്കെ ഉള്ളത്, കമേഴ്ഷ്യൽ വാല്യൂസുള്ള പടം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പടം വന്നത്, പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നെ ക്ഷണിച്ചെന്ന് ആദ്യം ഞാൻ, അയ്യോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് എങ്ങനെയാണ്, ഞാൻ സാധാരണ ചെയ്യുന്ന റോളല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരിൽ 2 പടം നിർബന്ധിച്ചു. MDയും അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ P. ഭാസ്കരൻ, 2 പടം നിർബന്ധിച്ചില്ല. നസീറിന് അത് പറ്റിയ ഒരു ആക്ടിങ് സ്കോപ്പും ഒരു ആക്ടർ എന്നുള്ള പേരെടുക്കാനും പറ്റിയ ഒരു പടമാണ് ഇത് കളയരുതെന്ന് പറഞ്ഞു. അതിന് ഓൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്. അങ്ങനെ അത് വലിയ ഉപേക്ഷണം ഉണ്ടാക്കിയ പടമാണ്. നമ്മൾ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി അല്പം സാറിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് കൂടി അറിഞ്ഞാൽ കൊള്ളാം. കുടുംബജീവിതം എനിക്ക് ഒരേ ഒരു ഭാര്യയും 4 കുട്ടികളും. കാരണം സിനിമയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. 4 കുട്ടികൾ, എല്ലാവരുടെയും കല്യാണമായി, 3 പെണ്ണും 1 ആണും, 6 കൊച്ചുമക്കളുടെ ഗ്രാൻഡ് ഫാദറാണ് ഞാനിപ്പോൾ. ലങ്കാദഹനത്തെ സാർ ഒരു നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശശികുമാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഹിറ്റ് പിക്ചറായിരുന്നു. KP കൊട്ടാരക്കരയാണ്. സാറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ച നടി ആരാ? ഞാനിതുവരെ ഒരു 90 നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 90? അതെ അതെ. അതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഞാനും ഷീലയും 110 പടങ്ങളാണ് നായകനും നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതൊരു വല്ലാത്തൊരു വേൾഡ് റെക്കോർഡാണ്. ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു സന്ദർഭം? സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന അവസരങ്ങളിലൊക്കെ സന്തോഷം, ഒരു നടൻ എന്നുള്ള നിലയിൽ അതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ ധനം. പിന്നെ എനിക്ക് തന്നെ പത്മഭൂഷൺ എന്നൊരു അവാർഡ് 83 തന്നത് അതൊരു വലിയൊരു അംഗീകാരമാണ്. പിന്നെ അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഡൽഹി അവാർഡുകൾ ഞാൻ മിക്കവാറും എല്ലാ പ്രൈം മിനിസ്റ്റർമാരുടെയും പ്രസിഡന്റുമാരുടെയും കയ്യിൽ, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കേരള സ്റ്റേറ്റ് പ്രത്യേക അവാർഡ് 25 വർഷം തികഞ്ഞപ്പോൾ എനിക്കൊരു ഗോൾഡ് മെഡൽ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബെസ്റ്റ് ആക്ടർ 2 പേരും ഒരേ മാർക്കിൽ വന്നപ്പോൾ ഒരാൾ ബെസ്റ്റ് ആക്ടറും ഒരാൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസും ആക്കി. അങ്ങനെ ഒരു വർഷത്തിൽ എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറഞ്ഞത് കേരള ഗവൺമെൻറ് തന്നിട്ടുണ്ട്. പിന്നെ ഡൽഹി മലയാളി അസോസിയേഷൻ അടിമകളിലെ പൊട്ടൻ രാഘവനെ അഭിനയിച്ചതിന് അതിനെനിക്കൊരു ഗോൾഡ് മെഡൽ തന്നിട്ടുണ്ട്. ശ്രീ പനമ്പള്ളിയാണ് അത് തന്നത്. അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തുലാവർഷം എന്ന് പറഞ്ഞൊരു സിനിമ സാറ്, പ്രേംനവാസും
നമ്മുടെ പരമേശ്വരൻ നായർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് പരമേശ്വരൻ നായർ. ഇവർ രണ്ടുപേരും കൂടെ എടുത്ത പടമാണ്. സാറ് വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി കാണും. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞിട്ട്. ഞാൻ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ സോഷ്യലിസ്റ്റ് റഷ്യ, പിന്നെ ഓസ്ട്രേലിയ, ഇങ്ങനെ ഒരു 3-4 രാജ്യങ്ങളെ ബാക്കിയുള്ളൂ. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്യാനിപ്പോൾ ഉടനെ ഒരിതില്ല. ഒരു പടം ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരാളിനോട് ഞാൻ ഏറ്റിട്ടുണ്ട്. ഒരു 3-4 പടം ഇപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നാൽ 3-4 പ്രൊഡ്യൂസേഴ്സ്. അത് മിക്കവാറും ആർട്ടിസ്റ്റിക് ആയിട്ട് പോകാൻ ഞാനില്ല. കാരണം ഞാനൊരു കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റാണ്. ക്ഷമിക്കണം, എനിക്ക് അതെ ആർട്ടിസ്റ്റിക് പടം എന്നൊക്കെ പറഞ്ഞാൽ എന്നിൽ നിന്നാളത് പ്രതീക്ഷിക്കുകയില്ല. കാരണം മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കൂടുതൽ ബോറടിപ്പിക്കാതെ അവരെ ചിരിപ്പിക്കുക, അവരെ രസിപ്പിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സിനിമയെ കൂടി രസം ഉണ്ടാക്കി കൊടുക്കുക. ഈ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത്, സാർ ഒരു പടത്തില് CID ആയിട്ട് ചട്ടമ്പിക്കല് ശ്രീകുമാരൻ തമ്പിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശശികുമാർ. 37 വർഷമായിട്ട് സിനിമാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രഹസ്യം എന്താ? ഇത്രയും വർഷം സാർ പിടിച്ചു നിൽക്കാൻ ഉണ്ടായ അതിന്റെ ഒരു രഹസ്യം ഒരു സിനിമാ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമാ നടനാകാനൊക്കെ വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു നോക്കും. ഈ സ്റ്റാർഡം ഈസ് നോട്ട് ദി ബെഡ് ഓഫ് റോസസ് എന്ന് പറയും. ഈ റോസാപ്പൂ വിരിച്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും നോക്കും. ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ഇതിനാവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ നിലയിൽ വരാനൊക്കൂ. കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ സാധ്യമല്ല. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ സിനിമയിൽ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എവിടെ പോയാലും. ഇതുവരെയുള്ള എൻ്റെ ആ ദിനചര്യകളിൽ അത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കുക. അതിന് എക്സർസൈസ് എന്ന് പറയുന്നത് വേണം. പിന്നെ മനുഷ്യൻ്റെ പെരുമാറ്റം, നമ്മളൊരു സെറ്റിൽ ചെന്നാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റാണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹമസൃണമായിട്ട് പെരുമാറുക. യുദ്ധം എന്ന് പറഞ്ഞൊരു സാറും കൂടെ അത് യുദ്ധം എന്ന് പറഞ്ഞ പടമാണ്. ഞാനും മിസ്റ്റർ മധുവും കൂടെ അഭിനയിച്ച, ഞങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ച പടം. അത് ഡയറക്ടർ ശശികുമാർ, KP കൊട്ടാരക്കര പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ശരിയായിട്ടുള്ള പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു എൻ്റെ. ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന കാലത്ത് കോളേജ് വരെ അങ്ങനെയായിരുന്നു. പിന്നെ അത് സിനിമയിലൊന്ന് ഞാൻ ഉദയാശ്വരിയിൽ ആക്ട് ചെയ്യാൻ വന്നപ്പോൾ ശ്രീ തിക്കുറിശിയും ശ്രീ കുഞ്ചാക്കോ രണ്ടും കൂടെ അത് മാറ്റിയതാണ്. ഞാൻ മുമ്പൊക്കെ എഴുതുമായിരുന്നു. ഇപ്പോഴും വല്ലപ്പോഴും കൂടിയൊക്കെ എഴുതും. ആദ്യമൊക്കെ കുറേ ചെറുകഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ചില ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സമയമില്ലാത്തതുകൊണ്ട് അതങ്ങ് വിട്ടത്. ഇപ്പൊ വീണ്ടും എഴുതി തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ സമയമുണ്ടല്ലോ നമുക്ക്. ഇത്ര നേരം സംസാരിച്ച് സാറിന്റെ കുറെ സമയം ഞാൻ വഹിച്ചു. രസമായിരുന്നല്ലോ.